ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖർ നായകനെ എത്തുന്ന ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നതുപോലെ സെപ്റ്റംബർ 7 നിന്നും സിനിമയുടെ റിലീസ് മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യം സെപ്റ്റംബർ 27 പിന്നീട് സെപ്റ്റംബർ 7 പ്രഖ്യാപിച്ച ലക്കി ഭാസ്കർ ഇപ്പോഴത്തെ ഒക്ടോബർ 31 റിലീസ് നീട്ടിയിരിക്കുന്നത്. ഇതോടെ ദിവാലി റിലീസായിട്ട് ദുൽഖറിന്റെ സിനിമ ഒരു ഫെസ്റ്റിവൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തുടരെയുള്ള സിനിമയുടെ റിലീസ് തീയതി മാറ്റിവെക്കലിൽ ആരാധകർ നിരാശരാണെന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും സിനിമയുടെ ക്വാളിറ്റി മികച്ചതാക്കാനായിട്ടാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് ലക്കി ഭാസ്കർ പ്രൊഡക്ഷൻ ഹൗസ് കൂടിയായി സിത്താര എന്റർടൈൻമെന്റ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ റിലീസിനായിട്ട് ഇനിയും 2 മാസത്തോളം കാത്തിരിക്കണം. അപ്പോൾ കാത്തിരിക്കാം ദുൽഖറിന്റെ ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. കഴിഞ്ഞ ആഴ്ച ഓഗസ്റ്റ് 15 മലയാളത്തിലെ വൻ സീരീസ് ആയ മനോരഥങ്ങൾ C5 റിലീസായത്. ലാലേട്ടൻ, മമ്മൂക്ക ഉൾപ്പെടെ വലിയ താരനിര ഭാഗമായ ഒപ്പം തന്നെ കമലഹാസൻ അവതരിപ്പിച്ച ഈ C5 സീരീസ് ഒരാഴ്ച OTTയിൽ പിന്നിടുന്നതിന് മുന്നേ തന്നെ 50 മില്യണിലധികം സ്ട്രീമിംഗ് മിനിറ്റ്സ് C5 നേടിക്കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ തരംഗമായി മാറിയിരിക്കുന്നു എന്നാണ് C5 ഒഫീഷ്യൽ OTT അപ്ഡേറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനിടയിൽ സീരീസിന്റെ ആകെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു പോസിറ്റീവിലേക്ക് സീരീസ് എത്തപ്പെട്ടിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 9 എപ്പിസോഡുകൾ അടങ്ങിയ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡുകൾക്കെല്ലാം തന്നെ പോസിറ്റീവ് വന്നെങ്കിൽ പോലും പിന്നീടുള്ള എപ്പിസോഡുകൾ താഴേക്ക് പോയി ആവറേജ് നിലവാരം തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ആദ്യത്തെ എപ്പിസോഡായ ലാലേട്ടന്റെ ഓളവും തീരവും തന്നെ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്താണ് തുടങ്ങിയത്. മലയാളത്തിലെ മുൻനിര നായക നടന്മാരായ ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, ബിജു മേനോൻ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച എപ്പിസോഡുകളിൽ ബിജു മേനോന്റെ എപ്പിസോഡിന് വളരെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന ഒരു കാഴ്ചയും ആസിഫ് അലിയുടെ എപ്പിസോഡ് കൂട്ടത്തിൽ അഭിപ്രായങ്ങൾ കൊണ്ട് താഴെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. സീരീസിൽ നേട്ടമുണ്ടാക്കിയ സംവിധായകൻ ഒരുപക്ഷെ പ്രിയദർശൻ തന്നെയായിരിക്കും. ലാലേട്ടന്റെ ഓളവും തീരവും കൂടാതെ ബിജു മേനോൻ നായകനായി എത്തിയ എപ്പിസോഡായ ശിലാലിഖിതവും കൂടി പ്രിയദർശനായിരുന്നു സംവിധാനം ചെയ്തത്. ആ എപ്പിസോഡിന് വളരെ മികച്ച അഭിപ്രായങ്ങളായിരുന്നു OTTയിൽ ലഭ്യമായത്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ റിലീസായ കേരള കഫേ ലെവലിലേക്ക് മനോരഥങ്ങൾക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് അഭിപ്രായങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. നിങ്ങൾ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ.